ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ അച്ഛൻ കുടിച്ചു വന്നിട്ട് മുരുകേശൻ എന്ന് പറയുന്ന കുടിച്ചു വന്നിട്ട് ഈ പെൺകുട്ടിയുടെ പാൻറ് വലിച്ചൂരിയെന്ന്. ഈ പെൺകുട്ടി ഭയന്ന് നിലവിളിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ അപ്പോൾ പറഞ്ഞു, ഇതിനി ആരോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാണ്, അതുപോലെ തന്നെ കേസ് കോടതിയിൽ നിന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും, പിന്നെ നമുക്കാര് ചോറ് തരും. അച്ഛൻ്റെ കൂട്ടുകാരൻ ശേഖരനെയും അവരുടെ മകളായ ലാവണ്യയെയും പിന്നെ അവളുടെ ഭർത്താവ് ചിലമ്പരശനെയുമാണ് കൊന്നത് എന്നാണ് ഈ സ്ത്രീ, അതായത് ഇവളുടെ അമ്മ രാജേശ്വരി ഈ മകളോട് പറഞ്ഞത്. ചെന്നൈയിൽ നിന്നും 150 കിലോമീറ്റർ അകലെ വിലുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നടക്കുന്നത് 12 വർഷങ്ങൾക്ക് മുന്നേയാണ്. മുരുകേശൻ രാജേശ്വരി ദമ്പതികൾക്ക് 3 മക്കളാണ്. മൂത്ത മകളുടെ പേരാണ് അശ്വതി. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിന് താഴെ ഒരു ആൺകുട്ടിയും പിന്നെയുള്ളത് ഒരു പെൺകുട്ടിയുമാണ്. മുരുകേശനാണെങ്കിൽ 24 മണിക്കൂറും കുടിയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ വഴക്കാണ്. രാജേശ്വരിയുമായിട്ട് എന്നും അടിയും വഴക്കും കണ്ടാണ് ഈ പെൺകുട്ടി വളരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചു. അടുത്തുള്ള കോളേജിൽ ചേരുകയാണ് +2 വേണ്ടിയിട്ട്. അതും ചേർന്നു. +2 നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നാട്ടിലുള്ള സതീഷ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറുമായി പെൺകുട്ടി പ്രണയത്തിലായി. ഇതറിഞ്ഞ പിതാവ് പൊട്ടിത്തെറിച്ചു. മാതാവും കരഞ്ഞു. മാതാവ് പറഞ്ഞു, ഒരു കാലത്തും നടക്കില്ല, നീ പഠിക്കുക, പഠിച്ചിട്ട് ജോലി നേടുക, അതിനുശേഷം നിനക്കിഷ്ടമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു തരാം. അപ്പോഴും മുരുകൻ പറഞ്ഞു, ഒരു തരത്തിലും ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങുകയാണ്. സതീഷിൻ്റെ കൂടെ ഒളിച്ചോടുന്നു. ഇതറിഞ്ഞ മുരുകൻ അവിടെയുള്ള കുറച്ച് നാട്ടുകാരെയൊക്കെ കൂട്ടി ഈ സതീഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് സതീഷിനെയും അവൻ്റെ അച്ഛനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ മകൾക്ക് 16 വയസ്സാണ്, ഞാൻ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴേ സതീഷ് പറഞ്ഞു ഈ കുട്ടിയോട്, മോളെ നീ പോയിക്കോളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, 18 വയസ്സാകട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുകയും പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയാൽ മതി, അവിടെ ഇരുന്ന് ഞാൻ പഠിച്ചോളാം എന്ന് പറയുകയും സതീഷ് അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുമ്പോഴും അച്ഛൻ മുരുകേശൻ വല്ലപ്പോഴും വരും, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കും. നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലുകാർക്ക് വരെ ശല്യമാകാൻ തുടങ്ങി. ഈ പെൺകുട്ടിയോട് ഹോസ്റ്റലുകാർ വരെ പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, മറ്റുള്ള കുട്ടികൾക്ക് വരെ ഇത് ഭയങ്കര വിഷമമാണ് എന്ന് ഈ ഹോസ്റ്റലുകാർ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് സൊൽവതെല്ലാം മുൻമൈ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു TV പ്രോഗ്രാം ഉണ്ട്. ഈ നിർമ്മല രാമസ്വാമി എന്ന് പറയുന്ന ഒരു നടിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. അവർക്കൊരു കത്തെഴുതുകയാണ്, എൻ്റെ പേര് അശ്വതി എന്നാണ്, ഞാൻ ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു കത്തെഴുതുകയും ആ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇന്ന ഡേറ്റിന് ഇങ്ങോട്ട് വരൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഒരു ഡേറ്റും കൂടി കൊടുത്തു. ആ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയും അതുപോലെ സതീഷും സതീഷിൻ്റെ അച്ഛനും അമ്മയും ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടത്തേക്ക് തന്നെ ഈ സ്റ്റുഡിയോക്കാർ മുന്നേ തന്നെ മുരുകനെയും രാജേശ്വരിയെയും വിവരമറിയിച്ചു. നിങ്ങളുടെ മകളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ വിടാം എന്നുള്ള ഉറപ്പിന്മേൽ അവരും ഈ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. അങ്ങനെ അച്ഛനും അമ്മയും മകളും തമ്മിൽ കുറേ വാക്തർക്കങ്ങളും അതും ഇതും ഒക്കെ നടന്നു. അവസാനം ഈ നിർമ്മല രാമസ്വാമി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യൂ, ഇനി ഇപ്പോൾ 18 വയസ്സായിട്ട് ഞങ്ങൾ തന്നെ കല്യാണം നടത്തി തരും, ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് സതീഷിനോടും പറഞ്ഞു ഇവളെ വീട്ടിലേക്ക് അയക്കൂ. സതീഷ് പറഞ്ഞു, കുഴപ്പമില്ല മേഡം, പോയിക്കോട്ടെ, വീട്ടിലേക്ക് പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോഴേ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകില്ല മേഡം. അതെന്തുകൊണ്ട് വീട്ടിൽ പോകില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി മേഡത്തോട് കുറച്ച് പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പെൺകുട്ടി പറഞ്ഞ കാര്യം ഇതാണ്, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ അച്ഛൻ കുടിച്ചു വന്നിട്ട് മുരുകേശൻ എന്ന് പറയുന്ന അവൻ കുടിച്ചു വന്നിട്ട് ഈ പെൺകുട്ടിയുടെ പാൻറ് വലിച്ചൂരിയെന്ന്. ഈ പെൺകുട്ടി ഭയന്ന് നിലവിളിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ അപ്പോൾ പറഞ്ഞു, ഇതിനി ആരോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാണ്, അതുപോലെ തന്നെ കേസ് കോടതിയിൽ നിന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും, പിന്നെ നമുക്കാര് ചോറ് തരും എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവിനെ രക്ഷിക്കാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ. അങ്ങനെ മകളെ പിന്നെ ഈ രാജേശ്വരിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. അവരുടെ കൂടെ നിന്നിട്ടാണ് ഈ പെൺകുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അവിടെ നിന്നാണ് പിന്നീട് പഠിച്ചത്. അതിനുശേഷം കോളേജിൽ പോകുന്നതിന് വേണ്ടി +2 പോകുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഈ വീട്ടിലെത്തിയത്. വീണ്ടും അതുപോലെയുള്ളൊരു സംഭവം ഉണ്ടായപ്പോൾ വീണ്ടും രാജേശ്വരിയോട് പറഞ്ഞു. രാജേശ്വരി പറഞ്ഞു, നീ ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അദ്ദേഹം കൊല്ലും,
അതുമാത്രവുമല്ല മറ്റു 3 പേരെ ഇതിനു മുന്നേ അദ്ദേഹം കൊന്ന് അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം ഈ രാജേശ്വരി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഞെട്ടിപ്പോയി. ആരെയാണ് അമ്മയെ കൊന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ അച്ഛൻ്റെ കൂട്ടുകാരൻ ശേഖരനെയും അവരുടെ മകളായ ലാവണ്യയെയും പിന്നെ അവളുടെ ഭർത്താവ് ചിലംബരശനെയുമാണ് കൊന്നത് എന്നാണ് ഈ സ്ത്രീ, അതായത് ഇവളുടെ അമ്മ രാജേശ്വരി ഈ മകളോട് പറഞ്ഞത്. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്ക് ആ ഒരു സൊൽവതല മുൻമൈ എന്ന് പറയുന്ന ആ ക്രൂ മെമ്പർ മൊത്തത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അവരാകെ ഭയങ്കരമായിട്ടുള്ള എന്താ ഇത് ചെയ്യണ്ടേ എന്നുള്ള തരത്തിലായിപ്പോയി. ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ പറയുന്നു. ആ പെൺകുട്ടിയോട് അപ്പോൾ തന്നെ ആ മേഡം ചോദിക്കുന്നുണ്ട്, മോളെ അച്ഛനോടും അമ്മയോടും നമുക്ക് പല ദേഷ്യങ്ങളും ഉണ്ടാകാം, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്, അതൊക്കെ വളരെ മോശമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ല മേഡം ഇത് സത്യം തന്നെയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ ഈ അച്ഛനും അമ്മയും നിന്ന് വേർക്കുകയാണ്. അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇത് ഞങ്ങളെ മോളല്ല, ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങിയങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ഈ സംഭവം അവിടെ തീർന്നു. അവർ നേരെ ഈ ടീം, അതായത് ഈ ഒരു ചാനൽ ടീം നേരെ DYSPക്ക് പരാതി നൽകുകയാണ്. അങ്ങനെ DYSPക്ക് പരാതി നൽകുന്നു. വിലപ്പുറത്തെ അദ്ദേഹത്തോട് പറയുന്നു ഇങ്ങനെയൊരു സംഭവമുണ്ട്, 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യും, അതിനു മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പോലീസുകാരെ ഈ ചാനലുകാർ ധരിപ്പിക്കുന്നത്. അതിനിടയിൽ സതീഷിൻ്റെ അച്ഛനെ വിളിച്ച് ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം, ഞങ്ങളുടെ മകന് തന്നെ കെട്ടിച്ചു കൊടുക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പറയരുത്, പറഞ്ഞതൊക്കെ നുണയാണെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അതുപോലെ മുരുകനും കൂടി വിളിച്ച് സതീഷിൻ്റെ അച്ഛനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ചാനലിലും വിളിച്ചു പറഞ്ഞു ഇത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്, എൻ്റെ മോൾ എന്നെ കൊടുക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ ചാനലുകാരും അത് കേട്ടില്ല. ഏതായാലും പോലീസുകാർ 2-3 JCB ഒക്കെ ആയിട്ട് വന്നു. ആ നാട്ടിലെ എല്ലാവരും പറഞ്ഞു മുരുകേശൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല, മുരുകേശൻ ഒരിക്കലും ഈ ശേഖരനെ കൊല്ലാൻ കഴിയില്ല, കാരണം ശേഖരനും മുരുകേശനും നല്ല കൂട്ടുകാരാണ്, അവർ പലപ്പോഴും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും മദ്യപിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശേഖരനാണെങ്കിൽ ഒരു മന്ത്രവാദിയാണ്, ശേഖരൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ കാണാണ്ടായിട്ടുണ്ടോ, അപ്പോൾ പറഞ്ഞു ഭർത്താവിനെ കാണാണ്ടായതല്ല, അദ്ദേഹം ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞേ വരാറുള്ളൂ, അദ്ദേഹം ഒരു മന്ത്രവാദിയാണ്. മകള് ആരുടെയോ കൂടെ ഒളിച്ചോടിയതാണ്, ഈ എന്താ പറയണ്ടേ ചിലംബരശൻ എന്ന് പറയുന്നൊരു പയ്യൻ്റെ കൂടെ, അതുകൊണ്ട് തന്നെ അവളും അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ, അതിനെതിരെ പരാതിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് ഈ ലാവണ്യയുടെ അമ്മയും അതുപോലെ തന്നെ ശേഖരൻ്റെ ഭാര്യയും പറയുകയാണ്. ഏതായാലും പോലീസുകാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ JCB വന്നിട്ട് ആദ്യം തോണ്ടുമ്പോൾ തന്നെ ഒരു തലയോട്ടി കിട്ടി, അതിനുശേഷം 3 തലയോട്ടി കിട്ടി, അതുപോലെ കുറേ അസ്ഥിയുടെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ പോലീസിന് സംഭവം മനസ്സിലായി. എന്തായാലും ഈ രാജേശ്വരിയെയും മുരുകനെയും അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതായത് ഈ ലാവണ്യ ചിലംബരശൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായി സ്നേഹത്തിലാണ്, ഇവർക്ക് ഒളിച്ചോടിയിട്ട് ഇവർ വന്നത്, ഇവർക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. അപ്പോഴാണ് അച്ഛൻ്റെ കൂട്ടുകാരനായ മുരുകണ്ണനെ ഓർമ്മ വന്നത്. നേരെ മുരുകണ്ണൻ്റെ വീട്ടിൽ വന്നു. രാജേശ്വരിയും മുരുകണ്ണനും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കല്യാണം അച്ഛനോട് പറയാം ഞാൻ, എന്നിട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അന്ന് അവിടെ താമസിപ്പിച്ചു. അന്ന് രാത്രി തന്നെ ഈ മന്ത്രവാദിയായ ശേഖരനെ, ഈ ലാവണ്യയുടെ അച്ഛനെ ഇദ്ദേഹം വിളിച്ചു വരുത്തുകയാണ്. ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഇവർ കുറച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് പറയുന്നത് മകൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഇടയിൽ ശേഖരൻ പറയുന്നു എൻ്റെ കയ്യിൽ ഒരു 30,000 രൂപയോളം ഉണ്ട് എന്ന് പറയുകയും ഇതിങ്ങനെ കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശേഖരനെ ആദ്യം തന്നെ കൊലപ്പെടുത്തുന്നത്. അതായത് ആദ്യം ഈ ഭക്ഷണത്തിൽ കുറച്ച് മയക്കുഗുളിക കൊടുത്തു, അതിനുശേഷം ശേഖരൻ മയങ്ങി വീണു, അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഒരു കുഴിയിലിടുകയായിരുന്നു. പിന്നീടാണ് ഈ ലാവണ്യയുടെ കഴുത്തിലും കാതിലുമുള്ള സ്വർണം ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉറങ്ങുകയായിരുന്ന ഇവരെ 2 പേരെയും ശേഖരൻ കൊലപ്പെടുത്തി. അതിനുശേഷം 3 പേരെയും കൂടി ഒരു കുഴിയിൽ അങ്ങോട്ട് മൂടുകയായിരുന്നു. ഇതാണ് ഒരു 3 വർഷം മുമ്പ് നടന്നത്. ആ ഒരു സമയത്തൊക്കെ ഈ അശ്വതിയുടെ അനുജനും അനുജത്തിയും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. അവരാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. രാവിലെ ചോദിച്ചു അക്ക എവിടെ എന്ന് ചോദിച്ചപ്പോഴേ അക്ക ഇന്നലെ രാത്രി തന്നെ പോയി മോളെ എന്നാണ് അമ്മ അന്ന് കൊടുത്ത മറുപടി എന്നും അശ്വതി ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കേസ് കോടതിയിലെത്തുന്നു. കോടതി ഇവർക്കൊരു സഹായിയും കൂടി
ഉണ്ടായിരുന്നു. അതായത് കുഴിച്ചു മൂടുന്നതിന് വേണ്ടി, കുഴിയെടുക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഒരു കൂലിപ്പണിക്കാരനെയും കൂടി ഇവർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഇത് മൃതദേഹം കുഴിച്ചു മൂടാനെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഈ 30,000 രൂപയിൽ നിന്നും ഒരു പങ്ക് 10,000 രൂപയോളം അദ്ദേഹത്തിന് കൊടുത്തപ്പോഴേ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാത്തിനും മുന്നിട്ട് നിന്നു. അങ്ങനെ കോടതിയിൽ കേസ് എത്തിയപ്പോഴേ ഈ സഹായിക്ക് 1 ജീവപര്യന്തവും, അതുപോലെ തന്നെ മുരുകന് 3 ജീവപര്യന്തവും, പിന്നെ ഈ രാജേശ്വരിയെ കോടതി വെറുതെ വിടുകയുമാണ് ചെയ്തത്. ഇന്നത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അനുജന്മാരും അതുപോലെ തന്നെ രാജേശ്വരിയും കൂടി ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഈ ചാനൽ ടീം എല്ലാവരും കൂടി സഹായിച്ചു. ഇത് എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടി. അതുപോലെ സതീഷിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ഇന്ന് ആ നാട്ടിൽ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊരു വൻ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ്. അത് ഈ ഒരു വാർത്ത പുറത്ത് വന്നതിൽ പിന്നെ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഈ വിൽപ്പുറത്തേക്ക്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഒരു TV ചാനലിൽ വന്നൊരു പെൺകുട്ടി എല്ലാം വെളിപ്പെടുത്തുകയാണ്. ഈ 3 പേരെ കാണാതായിട്ട് ഒരാൾ പോലും കേസ് നൽകിയില്ല. അതന്നെ ഒരു വിചിത്രമായൊരു സ്വഭാവം തന്നെയില്ലേ. അതായത് ഒളിച്ചോടി പോയി കഴിഞ്ഞാലും എൻ്റെ മകൾ ഒളിച്ചോടി, ഇല്ലെങ്കിൽ എൻ്റെ മകൻ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും കേസ് കൊടുത്തില്ല. ഈ പിന്നെ ചിലംബരശൻ്റെ വീട്ടുകാരും വിചാരിച്ചു ഇവരെവിടെയോ ജീവിക്കുന്നുണ്ടെന്ന്. ലാവണ്യയുടെ അമ്മയും വിചാരിച്ചത് ഇവരെവിടെയോ ജീവിക്കുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ അന്നേ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നേനെ. ഇതാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുപോലെ മിസ്സിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കരുത്. അത് ഉറപ്പായിട്ട് പോലീസ് നമുക്ക് കണ്ടുപിടിച്ച് തരും എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന്. അത് മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.